ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ട്രൈ കളർ പൂരി വിത്ത് മഷ്റൂം കോക്കനട്ട് മിൽക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. പാലക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഈ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലക്കിനെ ഞാനൊന്ന് 2 മിനിറ്റ്സ് ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട്, ചെറിയൊരു വേവ് കിട്ടാൻ വേണ്ടി. ഇനി ഇത് മൂന്നിലേക്കും ഓരോ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഓരോ പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിലും കുറച്ച് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെൽത്തിയാണ്, പിന്നെ വെറൈറ്റിയാണ് അല്ലേ. നമുക്ക് ഡെയിലി ഒരേപോലെ തന്നെ കഴിച്ച് മടുപ്പ് വരുമല്ലോ, അപ്പം പിന്നെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഒന്ന് നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് പേസ്റ്റായിട്ട് കിട്ടുന്ന തന്നെയാണ് നമുക്ക് സൗകര്യം. കാരണം നമുക്കത് പരത്തിയെടുക്കുമ്പം കട്ടി പീസായാൽ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പേസ്റ്റാക്കി എടുക്കുക. അതുകൊണ്ട് നമുക്കതിൻ്റെ എത്രത്തോളം വെള്ളം വേണം അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ എന്തായാലും ആട്ടയിൽ ഇത് മിക്സ് ചെയ്യുമ്പം വെള്ളം ആവശ്യം എന്തായാലും ഉണ്ടാവും. അപ്പം ഇതൊരു പേസ്റ്റ് രീതിയിലാക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഇനി ഞാൻ ഇതിൽ മൂന്നിലേക്കും കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മൂന്നിലേക്കും ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വീതം റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഇട്ട് കൊടുത്താൽ പൂരി കൂടുതലും ഇങ്ങനെ എണ്ണ കുടിക്കാത്ത രീതിയിൽ കിട്ടാറുണ്ട്. മൈദയും ഒരു സ്പൂൺ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. ഓൺലി റവ മാത്രമേ എടുത്തത്. കുക്കിംഗ് ഇല്ലെങ്കിൽ കിച്ചൺ ഒരു പരീക്ഷണശാല എന്നെല്ലാം പറയുന്ന പോലെ തന്നെ ഒരു സ്ഥലമാണല്ലേ. കാരണം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഓരോ ഫുഡിനും ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് പുതിയ ഡിഷസ് കിട്ടും. അപ്പം ഞാനിതുപോലെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഒരേ ടൈപ്പ് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാറില്ല. കുറച്ച് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുത്താറുണ്ട്. അപ്പോൾ നല്ല ചൂടോടുകൂടിയുള്ള എണ്ണയിൽ ഇത് ഇട്ട് കൊടുത്താൽ പൂരി നന്നായിട്ട് കിട്ടും. പിന്നെ അതിനൊരു തിക്നെസ്സും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് തിക്നെസ് ഉണ്ടെങ്കിലാണ് ഇതുപോലെ പൊങ്ങി വരിക. തീരെ ഒരു നേർത്ത് പോയാൽ ഇതുപോലെ പൊങ്ങി വരില്ല. ഞാൻ യൂഷ്വലി പാലക്ക് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. പിന്നെ പൂരി ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ 3 ഐറ്റംസ് കൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് ക്യാരറ്റും കൊണ്ട് ഫസ്റ്റ് ടൈമാണ്. നോർമലി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ മൂന്നിലും ബീട്രൂട്ടിൻ്റെ കളറിൻ്റെ പൂരിയാണ് ഭയങ്കര അട്രാക്റ്റീവ് കണ്ണിന്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ കളേഴ്സിലും അങ്ങനെ ഷേപ്പിലെല്ലാം കൊടുത്താൽ, ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാൻ മഷ്റൂമിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ സ്കിന്ന് ഞാനൊന്ന് പീൽ ചെയ്തിട്ട് എടുക്കാറുണ്ട്. കാരണം അതിൻ്റെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരത് അങ്ങനെ കളയാറൊന്നുമില്ല, കഴുകിയിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഞാനിത് പീൽ ചെയ്തിട്ടാണ് നോർമലി എടുക്കാറ്. മഷ്റൂം തന്നെ പല രീതിയിലുണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നോർമലി ഈ ബട്ടൺ മഷ്റൂമാണ് കിട്ടാറ്. അപ്പം കൂടുതൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. നെക്സ്റ്റ് ഒരു കടായിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഷ്റൂം കറി ജസ്റ്റ് എനിക്ക് ഇപ്പം തോന്നിയ ഐഡിയയിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഉണ്ടായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ടേ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് വലുതായി മുറിച്ച, ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ച ഒരു സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ഗാർലിക്കും, ഒരു 5 to 6 പീസസ് ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ. മഷ്റൂമിന് ആക്ച്വലി ഒരു 5 to 6 മിനിറ്റ്സേ കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. അപ്പോൾ ഏകദേശം കുക്കായ സമയത്ത് ഞാൻ തിക്കായ തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ സോട്ടേ ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് അധികം കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്